സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെത്താതിരുന്നതോടെ പാഴായത് 1/2 കോടി രൂപയുടെ ആഹാരം. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ തയ്യാറാക്കിയ ഭക്ഷണത്തിൽ അധികവും പമ്പയിലെ മാലിന്യ പ്ലാന്റിൽ തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയ വലിയൊരു സംഗമം എന്ന് പറയുന്നു. പക്ഷേ ഭക്ഷണമൊക്കെ ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്താണ് ഗോകുലിനെ കാണാനായത്? കൃഷ്ണരാജ്, ഈ ആഗോള അയ്യപ്പ സംഗമം അമ്പയെ പരാജയമായിരുന്നു എന്നുള്ളതിന്റെ സൂചിപ്പിക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപയുടെ 1/2 കോടി രൂപ ഭക്ഷണം മാത്രമാണ് ഒറ്റ ദിവസത്തെ ഇവിടെ ക്രമീകരിക്കുന്നത്. ഇവർ ഗോകുലിലേക്ക് വരാം. ശബ്ദ സംവിധാനത്തിൽ എന്തോ തകരാറുണ്ട്. ഏതായാലും ആഗോള ആർഭാട സംഗമമായിരുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് നമ്മൾ കാണുന്നത്. ഭക്ഷണം എത്രമാത്രമാണ് ബാക്കി വന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പഴയിടത്തിൻ്റെ പ്രതികരണത്തിൽ ഓർമ്മ ശരിയാണെങ്കിൽ പകൽ 4000 പേർക്കും ഉച്ചയ്ക്ക് 5000 പേർക്കും അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചവർ വന്നില്ല. അക്കാരണത്താൽ ഭക്ഷണം ബാക്കി വന്നു. ഗോകുൽ, ഇതിപ്പോൾ ദേവസ്വം പ്രസിഡന്റ് അല്പം മുമ്പ് പറഞ്ഞത് വലിയ പന്തലായതുകൊണ്ടാണ് ആള് കുറഞ്ഞതായി തോന്നിയത് എന്നാണ്. അതൊരു ന്യായീകരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വൽസ് ആണ് എന്ന് പറഞ്ഞില്ല എന്നത് ഭാഗ്യം. അതുപോട്ടെ, മറുവശത്ത് ഇതിലും വലിയ തെളിവിന് വേണോ? ആള് വന്നില്ല എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണം. കൃഷ്ണരാജ്, അത് തന്നെയാണ്. എന്തായാലും ക്യാപ്സ്യൂളുകൾ അങ്ങനെ തുടരെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വേണം മാത്രം കരുതിയാൽ മതി. എന്തായാലും അവർ പറഞ്ഞതനുസരിച്ച് 5000-ഓളം ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു. 5000-ഓളം കസേരകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പന്തൽ വലുതായാലും കസേരകളുടെ എണ്ണം അത്രത്തോളം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കസേരകൾ തന്നെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. എന്തായാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആഗോള അയ്യപ്പ സംഗമം അമ്പേ പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് അവിടെ ആ പാഴായി പോയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും 50 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ ഭക്ഷണം അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം ക്രമീകരിച്ചിരുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണങ്ങൾ ഒരുക്കിയിരുന്നത്. സുഭിക്ഷമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, അതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്നവർക്ക് അവരുടേതായിട്ടുള്ള തനത് രീതിയിലുള്ള ഭക്ഷണം അടക്കം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭക്ഷണമൊന്നും കഴിക്കാൻ ആളില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാവിലെ ഏകദേശം 4000 ആളുകൾക്കാണ് പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. ഇഡലി, ദോശ അടക്കമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ചത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇതുമൂലം ഈ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, രാവിലത്തെ ഭക്ഷണത്തിനുണ്ടാക്കിയിരുന്ന മാവ് പോലും കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് വിവരങ്ങൾ. അവിടുത്തെ തൊഴിലാളികൾ തന്നെ നമുക്ക് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 5500 പേർക്കാണ് സദ്യ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കുമ്പോൾ തന്നെ ആള് കുറവായതിൻ്റെ ലക്ഷണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരി കുറച്ചിട്ടാൽ മതി എന്നുള്ള തീരുമാനം ആ ഘട്ടത്തിൽ എടുക്കുകയും അരി കുറച്ച് ഇടുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തേക്ക് തന്നെ 5500 പേർക്കുള്ള കറികൾ പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കറിയും ചോറും അടക്കം കൊണ്ടുപോയി പമ്പയിലെ മാലിന്യ പ്ലാന്റിൽ തള്ളേണ്ടതായിട്ടുള്ള സാഹചര്യം ഉച്ചയ്ക്കുണ്ടായി. വൈകുന്നേരം ചായയും അതുപോലെ തന്നെ ഈ പലഹാരങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു 5000 പേർക്ക്. അതും അപ്പാടെ, അത് കഴിച്ചത് ഏകദേശം 100-ലധികം ആൾക്കാർ മാത്രമാണ്. അതും അപ്പാടെ കൊണ്ട് തള്ളേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അത്താഴത്തിനാണെങ്കിൽ വിഭവസമൃദ്ധമായിട്ടുള്ള മറ്റു വിഭവങ്ങൾ ഉണ്ടായിരുന്നു. 4000 ആളുകൾക്ക് അത്താഴം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കഴിച്ചത് 100-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത്രയധികം ആഹാര സാധനങ്ങൾ പമ്പയിലെ മാലിന്യ പ്ലാന്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനായിട്ട് തൊഴിലാളികളെ അടക്കം ഏർപ്പാടാക്കിക്കൊണ്ടാണ് മാവ് ഉൾപ്പെടെ ആഹാര സാധനങ്ങൾ കൊണ്ടുപോയി മാലിന്യ പ്ലാന്റിൽ തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 1/2 കോടിയോളം രൂപയാണ് വെറുതെ പാഴായത്. ഉച്ചഭക്ഷണത്തിന് മാത്രമായിട്ട് 30 ലക്ഷം രൂപയോളമാണ് ചെലവാക്കിയിരുന്നത് എന്നുള്ള കണക്കുകൾ കൂടി ഇതിനോടനുബന്ധമായിട്ട് പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും വലിയ ധൂർത്തും കെടുകാര്യസ്ഥതയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വലിയ ശീതീകരിച്ച പന്തലൊരുക്കി ആളെ ക്ഷണിക്കുന്നു, പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നുകൂടി മനസ്സിലാക്കണ്ടേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ആ വാർത്തകൾ പുറത്തു വരുന്ന വാർത്തകളിലും ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയും കെടുകാര്യസ്ഥതയും അവരുടെ ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള നിലപാടും നടപടികളും ഒക്കെ കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്ന വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും 7 കോടിയോളം രൂപയാണ് ആ പരിപാടിക്ക് ആകെയായിട്ട് ചെലവാക്കിയതായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ള കാര്യം അറിയുകയില്ല. എന്തായാലും 7 കോടിയോളം രൂപ ചെലവാക്കിയതിൽ എന്താണ് മിച്ചം, എന്താണ് ലാഭം അല്ലെങ്കിൽ എന്നുള്ളത് മാത്രമാണ്. അതായത് ഇതിലേറിയ പങ്ക് തുകയും വെറുതെ പാഴായി പോയിരിക്കുന്നു. ഈവൻ ഭക്ഷണത്തിൽ പോലും അത്തരത്തിൽ വലിയ തുക പാഴാക്കി കളഞ്ഞുകൊണ്ടുള്ള ഒരു അത്യാഡംബരം ധൂർത്ത് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി പമ്പാ മണപ്പുറത്ത് സംഘടിപ്പിച്ചതുകൊണ്ട് നാശം അല്ലെങ്കിൽ ദോഷം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. മാലിന്യങ്ങൾ കുന്നുകൂടിയതല്ലാതെ അവിടെ പമ്പയ്ക്കോ അല്ലെങ്കിൽ ശബരിമലയ്ക്കോ അവിടുത്തെ പ്രകൃതിക്കോ ഒന്നും തന്നെ ഗുണകരമാകുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ ഫലപ്രദമായിട്ടുള്ള വികസന ചർച്ചകളൊക്കെ നടന്നു എന്ന് അവകാശപ്പെടുമ്പോൾ പോലും അതുപോലും കാര്യക്ഷമമായിട്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. സെമിനാറുകളിൽ പോലും ആളുകളില്ലാതെ സദസ്സ് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടന്നു. അഭിപ്രായ രൂപീകരണമോ ഫലപ്രദമായിട്ടുള്ള ചർച്ചകളോ ഒന്നും തന്നെ അവിടെ നടന്നില്ല. മറിച്ച് എന്തായാലും ഇത്തരത്തിലൊരു കെട്ടുകാഴ്ച പോലെ ഒരു പരിപാടി, അവിടെ വലിയ പന്തലുകൾ ഉയർന്നു, എന്തൊക്കെയോ നടന്നു എന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ആർഭാട സംഗമം എന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആളില്ല, ഭക്ഷണം പാകം ചെയ്ത് പാഴാക്കുന്നു, അതും 1/2 കോടിയുടെ ഭക്ഷണം. എത്ര പേരാണ് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഇരിക്കുന്നത്? അപ്പോഴാണ് ഈ ധൂർത്ത് നടക്കുന്നത്. അയ്യപ്പൻ്റെ പേരിൽ, അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേരിൽ അന്നദാനം ഇങ്ങനെ വേണോ എന്ന ചോദ്യം കൂടി സർക്കാരിനോട്, ദേവസ്വം ബോർഡിനോട് തിരിച്ചു ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.